2006 കളഭം സിനിമ റിലീസ് ചെയ്തു. ആ ചിത്രത്തിലൊരു പാട്ടുകൾക്ക് പ്രാധാന്യമുള്ള ചിത്രമായിരുന്നു. അതിൽ ഒരുവിധപ്പെട്ട പാട്ടുകളെല്ലാം പാടിയിരുന്ന ഒരു ഗായികയാണ്. അതെ, ആ ഗായികയുടെ പേര് പറഞ്ഞില്ല. ഞാൻ ആ സൈഡിൽ ലേഡീസായിട്ട് നമുക്ക് സ്വന്തം ഇല്ല. ബേസിക്കലി ഇല്ല. ബേസിക്കലി അതുകൊണ്ടാണോ? അതുകൊണ്ട് ഓർമ്മയില്ല. ഇല്ല, എനിക്ക് രഞ്ജിനി ഹരി. ഓക്കെ 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 ഓർമ്മയുണ്ടോ? സോറി, അത് ഞാൻ ക്ഷമ ചോദിക്കണം. കാരണം നമ്മ ആ പടത്തിന്റെ പ്രൊഡ്യൂസർ അവരുടെ വൈഫാണ്. ഇപ്പൊ എന്റെ ഇറങ്ങാൻ പോകുന്ന പടം കൗബായ്, ഞാനും ആസിഫ് അലിയും ഒരു പടം പോയിട്ടുണ്ട്. ആ പടത്തിൽ പാടിയിട്ടുണ്ട്. സാഗർ ഇലിയസ് ജാക്കി എന്ന മോഹൻലാൽ ചിത്രത്തിൽ കരുത്തുറ്റ ഒരു കഥാപാത്രത്തെ, പോലീസ് കഥാപാത്രത്തെ അവതരിച്ചു. ആ സിനിമയില് ആരാണ് പശ്ചാത്തല സംഗീതം ഒരുക്കിയത്? സാറി, ഞാൻ അതിൽ ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. പക്ഷെ എന്നാലും നമ്മൾ അഭിനയിച്ച സിനിമയല്ല. അതെ, പക്ഷെ നമ്മൾ ഗസ്റ്റ് അല്ലേ? ഗസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഗസ്റ്റായിട്ട് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പോയി ചോദിക്കാൻ പാടില്ല. ഗോസ്റ്റ് അല്ലല്ലോ ആ പടത്തില്. നമ്മൾ ഹോസ്റ്റ് ആണെങ്കിൽ പോയി എല്ലാം ചോദിക്കാം. ഗസ്റ്റ് ആണെങ്കിൽ പോവാ വരിക, അങ്ങനെ. അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ട്. എന്നാലും ആ സിനിമ കണ്ടതല്ലേ? സ്വന്തമായിട്ട് ഡബ് ചെയ്തല്ലേ? ഇല്ല, ഞാൻ ഡബ് ചെയ്തല്ലേ? ഗോപി സുന്ദറാണ് സാഗർ ഇലിയസ് ജാക്കി. നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് പൃഥ്വിരാജും ബാലയും. പുതിയ മുഖം, ഹീറോ തുടങ്ങിയ ചിത്രങ്ങളിൽ ബാല പൃഥ്വിരാജ് കൂട്ടുകെട്ട് ഇവിടുത്തെ യുവജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കൂട്ടുകെട്ട്. നിങ്ങളൊരു തട്ടക്ക് കെട്ടക്ക് എന്ന് അഭിനയിച്ച ചിത്രങ്ങളാണ്. അതില് നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കാം, പക്ഷെ നിങ്ങളുടെ കൂടെ അഭിനയിച്ച ആർട്ടിസ്റ്റുകളുടെ പേര് എല്ലാവരും അറിയാം. പക്ഷെ അതിലെ കഥാപാത്രത്തിന്റെ പേര്, അതായത് പ്രിയാമണി അവതരിപ്പിച്ചൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന്റെ പേര് ഓർമ്മയുണ്ടോ? ഞാൻ ലേഡീസോടെ കാര്യങ്ങൾ മുമ്പേ പറഞ്ഞല്ലേ, ഓർക്കാറില്ല. ലേഡീസിന്റെ പേരൊന്നും ഓർക്കാറില്ല. എത്ര ഡീസന്റ് ആണ്. അത് ഞാനിപ്പോ ഇന്റർവ്യൂല് പറയുവാണെങ്കിൽ ഇറങ്ങി പോകുമ്പോ അമ്മ ചോദിക്കും, അപ്പൊ ഇത്രയും കൊല്ലമായിട്ട് പ്രിയാമണി അവതരിച്ച ആ കഥാപാത്രം ഓർമ്മ ഉണ്ട്, പക്ഷേ സാഗർ ഇലിയസ് ജാക്കിയിലെ റീ റെക്കോർഡിംഗ് ചെയ്ത ഗോപി സുന്ദര മറന്നുപോയി. അതെങ്ങനെയാണ് ചോദിക്കും. അതറിയാം, എന്നിട്ട് പറയാതിരിക്കുന്നതാണല്ലേ? അറിയില്ല. അഭിനയിക്കുമ്പോ കറക്റ്റായിട്ട് അഭിനയിക്കും. അതല്ല, ശരിക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ? പ്രിയാമണിയുടെ പേര്, അതിന്റെ അകത്ത് ഒറിജിനൽ പേര് തൊട്ട് ഇരട്ട പേര് വരെ ബാലക്കറിയാം. പക്ഷെ ബാല പറയാതിരിക്കുന്നത് മറ്റേ ഉത്തരം അറിയില്ല. ഇല്ല പോലെ അഞ്ജന. ബാല അഭിനയിച്ച മലയാള ചിത്രങ്ങളുടെ പേരുകൾ ഇംഗ്ലീഷിൽ എഴുതിയാൽ യെസ് എന്ന ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 4 സിനിമകൾ പറയാം. യെസ്. സഹസ്രം. ഓക്കെ. സാഗർ ഇലിയസ് ജാക്കി. ഓക്കെ. സൗണ്ട് ഓഫ് വുഡ്. ദ സൗണ്ട് ഓഫ് വുഡ് മാറ്റി. പിന്നെ സ്ഥലം ഇറങ്ങാൻ പോയിച്ച ആർട്ട് മൂവി. ഓക്കെ. സൗണ്ട് ഓഫ് ബൂട്ട്സ് എന്ന ഷാജി കൈലാസ് ചിത്രത്തിൽ സുരേഷ് ഗോപി, ഹണി റോസ് എന്നിവരോടൊപ്പം മികച്ച വേഷം ചെയ്ത ബാല. ആരായിരുന്നു ഈ ചിത്രത്തിന്റെ എഡിറ്റർ? സൗണ്ട് ഓഫ് ബൂട്ട് മോഹൻ അല്ല, ചെന്നൈയില. സൗണ്ട് ഓഫ് ബൂട്ട്സ്. കാരണം താങ്കള് നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രത്തിന്റെ എഡിറ്റർ ആരാണെന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുള്ളതല്ലേ? സംജിത്താണോ? അല്ലെങ്കിൽ അത്യാവശ്യം ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ക്ലൂ സംജിത്ത അല്ല. ഞാനൊരു ക്ലൂ തരാം. അദ്ദേഹം പിന്നീട് ഒരു മലയാള സിനിമ സംവിധാനം ചെയ്തു, അത് സൂപ്പർ ഹിറ്റായി. ആ എഡിറ്റർ ഒന്നല്ല 2 ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു, 2 ഹിറ്റാണ്. ഡയറക്ഷനാണ്. കോക്ടെയിലിന്റെ സംവിധായകൻ, ഈ അടുത്ത കാലത്തിന്റെ സംവിധായകൻ. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ആ പടത്തിന്റെ എഡിറ്ററാണ്, ഡയറക്ടറാണ്. സീരിയസ്ലി ഞാൻ. അദ്ദേഹത്തിന്റെ പേര് അരുൺ കുമാർ. അദ്ദേഹമാണ് താങ്കളുടെ സൗണ്ട് ഓഫ് ബൂട്ട്സ്. ബാലയുടെ നായികയായിട്ട് യമുന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച
ഒരു നടി. ചിത്രം ഏത്? നടിയാറ്, ചിത്രം ഏത്? യമുന. ബാലയുടെ നായികയായിട്ട് അഭിനയിച്ച നായികയുടെ പേര്, സിനിമയിലെ പേര് യമുന എന്നായിരുന്നു. ഓർമ്മയുണ്ടോ? സഹസ്രമ. യെസ്. ഹീറോയിൻ? സിനിമയുടെ പേര് പറഞ്ഞു. ഹീറോയിന്റെ പേര് സന്ധ്യ സറൈ. സറൈ. അത് ഓർമ്മ വന്നു കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ അമൃത പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ ഓർമ്മ വന്നത്. അല്ലെങ്കിൽ ഓർമ്മ വരില്ല. മലയാളത്തിലെ ഇഷ്ടപ്പെട്ട നായിക ആരാ? മലയാളം സിനിമയില് ഐ തിങ്ക് അങ്ങനെ പ്രത്യേകിച്ച് ലേഡീസ് ഒന്നും ഇഷ്ടമല്ല. എന്നാലും ഇല്ല, എനിക്ക് മഞ്ജു വാര്യർ ഭയങ്കര ഇഷ്ടം. എന്തെങ്കിലും ഒരു ആക്ടിങ് ഗുരുവായൂർ ടെമ്പിളിൽ ഒരു ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് വന്ന് പെർഫോം ചെയ്തത് ഐ തിങ്ക് ടിവിയില് വന്നായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് കണ്ടിട്ട് അപ്പൊ തന്നെ അമ്മ വിളിച്ചു പറഞ്ഞു, ഇവിടെ നോക്കണം, എന്തോ ഒരു ഡെഡിക്കേഷൻ നോക്ക്, ഇത്രയും കൊല്ലം കഴിഞ്ഞ് ഒരു അമ്പലത്തിന്റെ. അതേപോലെ ഉണ്ട്, എത്ര കൊല്ലം മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്ന അതേപോലെ ഇപ്പോഴും ഉണ്ട്. സാധാരണ ഒരു ആർട്ടിസ്റ്റോടെ ഡെഡിക്കേഷൻ. മാരീഡ് ലൈഫിന് ശേഷം ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അവരായിരുന്നെങ്കിൽ എന്റെ ഭാര്യ, അല്ലെങ്കിൽ ഇന്ന നടിയായിരുന്നെങ്കിൽ, അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കും? അങ്ങനെ ചിന്തിച്ചാൽ മാരേജ് ലൈഫ് ഫെയിലിയർ ആയിപ്പോകും. അതിപ്പോ ചുമ്മാ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ അതോ ഇല്ല ചേട്ടൻ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണോ? നടിമാരെ എങ്ങനെ അല്ലേ ഇഷ്ടമല്ല. ഹീറോയിൻ അല്ല വൈഫാക്കാൻ ഇഷ്ടമല്ലായിരുന്നു. ആണ് കറക്റ്റ്. ഇല്ല അങ്ങനെ പറയില്ല. ഇല്ല, അത് എപ്പോഴും ഇങ്ങനെ ചോദിക്കും. ഇതേ ചോദ്യം എന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ ഞാൻ എന്ത് പറയും, ശാച്ചാ ഒരിക്കലും ഞാൻ അങ്ങനെ പോകും. ഏതായാലും അച്ഛനൊന്നും സമ്മതിക്കില്ല. ജീവിതത്തിൽ ഒരുപാട് നുണ പറയാറുണ്ടല്ലേ? പിന്നെ ജീവിക്കണ്ടേ, പാവമാനായിട്ട് ജനിച്ചു പോയില്ലേ നമ്മൾ. ഇതൊക്കെ ചുമ്മാ പറയാ. യുവനടന്മാരിൽ ശ്രദ്ധേയനാണ് ബാലചേട്ടൻ. അപ്പോൾ വ്യത്യസ്തമായ ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും പൊതുവെ നടന്മാര് പറയുന്ന കേൾക്കാം, ഇന്റർവ്യൂലൊക്കെ പറയുന്ന ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ബാലചേട്ടന് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അവതരിപ്പിക്കുന്ന എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ള ക്യാരക്ടർ എനിക്ക് ഹിസ്റ്റോറിക് പടത്തിൽ അഭിനയിക്കുന്നത് ഭയങ്കര താല്പര്യം. ഹിസ്റ്റോറിക് എന്ന് വെച്ചാൽ ഒരു പീരിയോഡിക്, എത്രയോ കൊല്ലങ്ങൾ ബാക്കിൽ പോയി വലിയ വലിയ ലെജൻഡ്സോടെ സ്റ്റോറീസിൽ എന്തെങ്കിലും ഒരു ലെജൻഡോടെ ഒരു സ്റ്റോറിയിൽ അഭിനയിക്കുന്ന വലിയൊരു ആഗ്രഹം നടക്കും. ആഗ്രഹങ്ങളല്ലേ സത്യമാണ്. അപ്പം ഞങ്ങൾ മലയാളികൾ ഈ ദീപാവലി പോലുള്ള ആഘോഷങ്ങൾ ആഘോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നവരാണ് നിങ്ങളുടെ നാട്ടിലുള്ള മനുഷ്യർ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞുമാവ ഉണ്ടായതിന് ശേഷമുള്ള ഈ ദീപാവലി? ദീപാവലിക്ക് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞുമാവ വന്ന ശേഷം എല്ലാ ദിവസവും ദീപാവലി തന്നെയാണ്. എല്ലാ ദിവസവും സെലിബ്രേഷൻ. വേറെ ഒന്നുമില്ല, സെലിബ്രേഷൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും വിളിച്ച് വീട്ടിൽ ഭയങ്കര ബഹളം, അതൊന്നുമില്ല. എന്റെ ലൈഫായാലും അമ്മയുടെ ലൈഫിലും ആ മുഖം കണ്ടുകൊണ്ടിരിക്കുന്ന സന്തോഷമില്ല. അതുപോലെ ജീവിതത്തിലെ വേറെ ഏതൊരു സന്തോഷം കിട്ടില്ല, ഇനിയും കിട്ടില്ല. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഹാപ്പിനെസ്. ഇനി ഭാര്യ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷ്? മിന്റ് ലൈം. മനസ്സിലായി. പിന്നെ പപ്പടമൊക്കെ വറക്കൂലേ? ഞാൻ കുക്ക് ചെയ്യും. ഇല്ല, മിന്റ് ലൈം സ്പെഷ്യാലിറ്റിയാണ്. കാരണം അത് എന്താ പറയാ, ഭയങ്കര എനർജൈസിങ് ആയിരിക്കും ഇവളുണ്ടാക്കി തരുമ്പോൾ. ഞാൻ കുക്കൊക്കെ ചെയ്യും. ആ സാധനമാണ് ഒരു തവണ നമ്മള് വീട്ടിൽ വന്ന് അല്ല കുക്കിംഗ് ചെയ്യും കേട്ടോ. കുക്കിംഗ് ഇല്ല, വേറെ കാര്യമുണ്ട്. എനിക്കറിയാം ബാലയ്ക്ക ഇഷ്ടമാണെന്നത്. ഒരു തവണ നമ്മള് വീട്ടിൽ വന്നപ്പോ ശരിക്കും ഇങ്ങനെ കുടിച്ചിട്ട് പോയി കുട്ടികളെ കണ്ട അത് ഈ സാധനം എഴുതി പറഞ്ഞത് ഇന്നില്ലേ? അത് വേറെ ടൊമാറ്റോ ജ്യൂസ് ആയിരുന്നു. ഒരു പാട്ടിന്റെ ലിറിക്സിൽ വേറെ പാട്ടിന്റെ ട്യൂൺ പാടും. ട്യൂൺ ഏത് പാട്ടിന്റെ ആണെന്ന് ലിറിക്സ് ഏത് പാട്ടിന്റെ ആണെന്നും പറയണം.